അങ്ങനെ മഹിമ ഓർഡറൊക്കെ കൊടുത്ത് സ്കൂട്ടിക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്ന് സ്കൂട്ടി നിർത്തി മഹിമ വക്കീലിനെ കുറിച്ച് ഓർക്കുവാണ്. വക്കീലിൻ്റെ മുഖത്ത് എന്തോ ഒരു വയ്യായ്മയൊക്കെ ഉള്ളതായിട്ട് മഹിമക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ മഹിമ വക്കീൽ ഒപ്പിട്ട ആ ഒരു പേപ്പർ എടുത്ത് നോക്കുവാണ്. ആ സമയം അതിൽ രക്തത്തിൻ്റെ ഒരു തുള്ളി കിടക്കുന്നത് മഹിമ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ. അത് കാണുന്നതും മഹിമ വേഗം തന്നെ വക്കീലിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുവാണ്. അങ്ങനെ ഓടി വാതിൽക്കലെത്തിയിട്ട് അവിടെ നിന്ന് വക്കീലെന്ന് പറഞ്ഞ് വിളിക്കുക. പെട്ടെന്നായിരിക്കും അകത്ത് നിറയെ രക്തം വീണ് കിടക്കുന്നതും കാൽപ്പാടും കാണുന്നത്. അത് കാണുന്നതും മഹിമ അകത്തേക്ക് ഓടി ചെല്ലുവാണ്. ഈ സമയം കൈമുറിഞ്ഞ് രക്തം ഇങ്ങനെ വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന വക്കീലിനെ താഴെ ഇങ്ങനെ കിടക്കുന്നത് കാണുവാണ് കേട്ടോ. അത് കാണുന്നത് മഹിമ അവിടെ നിന്ന് ഓടിച്ചെന്ന് ഒരു തുണിയെടുത്ത് വക്കീലിൻ്റെ കയ്യിൽ കെട്ടുവാണ്. അങ്ങനെ മുകുന്ദനെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മയങ്ങിക്കിടക്കുന്ന മുകുന്ദനെയാണ്. ഈ സമയം അവിടെയുള്ള ജ്യൂസും ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും മഹിമ. പെട്ടെന്ന് മുകുന്ദൻ കണ്ണു തുറക്കുവാണ്. അന്നേരം അത് കണ്ട് മഹിമ മുകുന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക. ആഹാ, കണ്ണു തുറന്നല്ലോ. വക്കീല് പേടിക്കൊന്നും വേണ്ടിട്ടോ. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വക്കീലിനെ അതിസാഹസികമായിട്ട് കൃത്യസമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും വക്കീലിൻ്റെ കുറേ ബ്ലഡ് പോയിരുന്നു. പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരേ ബ്ലഡ് ഗ്രൂപ്പായിരുന്നു, ബി പോസിറ്റീവ്. അതുകൊണ്ട് രക്തമൊക്കെ ഞാൻ ഡൊണേറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ വക്കീലിന് പ്രശ്നമൊന്നുമില്ല. ഈ ബി പോസിറ്റീവ് രക്തമുള്ളവരൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് വക്കീൽ ചെയ്തത്. അന്നേരം വക്കീൽ പറയണേ, അറിയാം ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ ഇപ്പോൾ എനിക്കുണ്ട്. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ തകർന്നൊരു മാനസികാവസ്ഥയിലായിപ്പോയി. അന്നേരം ഈ ബുദ്ധിമോശം ചെയ്യാനാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഈ സമയം മഹിമ ചോദിക്കണേ, വക്കീൽ ഇങ്ങനെ ചെയ്തത് പ്രണയ നൈരാശ്യം കൊണ്ടാണല്ലേ? അത് മഹിമയ്ക്ക് എങ്ങനെ മനസ്സിലായി? ആ സമയം മഹിമ പറയണേ, ഇതുപോലെ ജീവിതമൊക്കെ അവസാനിപ്പിക്കാൻ വക്കീലിനെ പോലെ ഒരു പാവത്തിന് തോന്നണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. വക്കീൽ സ്നേഹിച്ചിരുന്ന പെണ്ണ് വക്കീലിനെ തേച്ചിട്ട് പോയല്ലേ? അന്നേരം മുകുന്ദൻ പറയണേ, തേച്ചിട്ട് പോയിന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഒപ്പം ജീവിച്ച അവൾക്ക് നല്ലൊരു ഭാവി ജീവിതത്തിലുണ്ടാവില്ലെന്ന് തോന്നിക്കാണും. അവൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. കല്യാണം കഴിഞ്ഞ് മുന്നോട്ടുള്ള ജീവിതത്തിൽ അവൾ ആവശ്യപ്പെടുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ എന്നെപ്പോലൊരു പാവപ്പെട്ട ആൾക്ക് പറ്റില്ലല്ലോ. അത് മനസ്സിലാക്കി അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പോയി. അന്നേരം മഹിമ പറയണേ, എൻ്റെ വക്കീലിനെ തേച്ചിട്ട് പോയ ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് വക്കീലിന് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? പ്രേമിച്ചപ്പോഴും വക്കീലിന് ഈ അവസ്ഥ തന്നെ ആയിരുന്നല്ലോ. അപ്പം തോന്നാത്തോടൊപ്പം ഇപ്പം എങ്ങനെയാണ് തോന്നിയത്? അവൾ വക്കീലിനേക്കാളും വലിയൊരു കാശുകാരനെ കണ്ടപ്പോൾ അവനെ കയറി പിടിച്ചു. അങ്ങനെ വക്കീലിനെ വിട്ടുകളഞ്ഞു. അതല്ലേ സത്യം? എൻ്റെ വക്കീലെ, ഇതിനൊക്കെ പോയിട്ട് ഇങ്ങനെ ജീവിതം അവസാനിപ്പിച്ചാലോ? അങ്ങനെ ചെയ്ത് അവൾക്ക് മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അന്നേരം അതൊക്കെ കേൾക്കുമ്പോൾ വക്കീൽ ചോദിക്കണേ, അല്ല നിനക്ക് എത്ര വയസ്സായി? കഴിഞ്ഞ മാസം 18 വയസ്സായി. എന്താ ചോദിച്ചത്? അന്നേരം വക്കീൽ പറയണേ, അല്ല ചെറിയ കുട്ടികളുടെ കയ്യിൽ നിന്ന് വരെ ഉപദേശം സ്വീകരിക്കേണ്ടി വന്നല്ലോ, എൻ്റെ ഒരു ഗതികേടെ. ഈ സമയം മഹിമ പറയണേ, അതെ എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ, ഞാൻ ഗൗരിയമ്മയെ വിളിച്ച് കാര്യം പറയട്ടെ? അന്നേരം വക്കീൽ പറയണേ, അയ്യോ വേണ്ട, അമ്മയെ അറിയിക്കണ്ട, അമ്മ അറിഞ്ഞാൽ വലിയ ടെൻഷനാവും. പിന്നെ ഇപ്പം എന്ത് ചെയ്യും? ആരെങ്കിലും കൂട്ടി നിൽക്കാൻ വിളിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഗിരിയെ വിളിച്ചാൽ മതി എന്ന് മുകുന്ദൻ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയണേ, അതെ ഗിരിയെ പേടിപ്പിക്കുന്ന രീതിയിലൊന്നും നീ സംസാരിക്കരുത്, പിന്നെ അമ്മ അറിയിക്കരുതെന്ന് അവനോട് പ്രത്യേകം പറയണം. അന്നേരം മഹിമ ചിരിച്ചുകൊണ്ട് പറയണേ, അത് ശരി, അപ്പോൾ വക്കീലിന് ഗൗരിയമ്മയെ നല്ല പേടിയുണ്ടല്ലേ? ശരി, ഞാൻ ഗിരിയേട്ടനെ വിളിച്ചോളാം. പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഗിരിനെയാണ്. ഈ സമയം സ്വപ്നം പറയണേ, ഏട്ടാ ഞാനും ഉണ്ട്, എന്നെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഒന്ന് ഇറക്കി വിട്ടാൽ മതി. നീ ഇതെങ്ങോട്ടേക്കാ? അത് പിന്നെ കമ്പൈൻ സ്റ്റഡിക്കുണ്ട്, ഫ്രണ്ട്സും വരും. നിൻ്റെ ഈ കമ്പൈൻ സ്റ്റഡിക്ക് കുറച്ച് കൂടുന്നുണ്ട്. കമ്പൈൻ സ്റ്റഡി ആണെന്ന് പറഞ്ഞ് വല്ല സിനിമ കാണാൻ എങ്ങാനുമാണ് പോകുന്നതെങ്കിൽ അതറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നിന്നെ അടിച്ച് ശരിയാക്കും. അതിന് ഏട്ടപ്പെണ്ണുങ്ങളെ തല്ലിയൊന്നുമില്ലല്ലോ എന്ന് സ്വപ്ന പറയുമ്പോൾ അവിടെ നിൽക്കുന്ന അമ്മ പറയണേ, അവൻ തല്ലിയില്ലെങ്കിലും നിനക്ക് ഞാൻ നല്ല തല്ലി വെച്ച് വരും. ഈ സമയത്താണ് കേട്ടോ ഗിരിക്ക് മഹിമയുടെ കോൾ വരുന്നത്. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറയുക. അത് കേൾക്കുന്നതും ഗിരി അങ്ങ് ഷോക്കാകണേ. എപ്പോൾ? എന്താ അവന് പറ്റിയത്? ഞാൻ ഉടനെ എത്താം എന്നൊക്കെ പറഞ്ഞ് ഗിരി ഫോൺ കട്ടാക്കുവാണ്. അന്നേരം അമ്മ എന്താ കാര്യം എന്ന് അന്വേഷിക്കുവാണ്. ഈ സമയം ഗിരി പറയണേ, നമ്മുടെ മുകുന്ദൻ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന്. കൃത്യസമയത്ത് മഹിമ ഓടിയെത്തിയത് കാരണം അവനെ രക്ഷിക്കാൻ പറ്റി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതേക്കുന്ന ഭാനുമതി അമ്മ ടെൻഷനാകുക. എൻ്റെ ഈശ്വര, അവനിതെന്താ കാണിച്ചത്? എന്താണെങ്കിലും ആ പെണ്ണിനെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ. ഈ സമയം സ്വപ്നം കേൾക്കണേ, അല്ല അവനെന്തിനാ അങ്ങനെ ചെയ്തത്? അതൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും ഞാൻ ഉടനെ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. ആ സമയം ഭാനുമതി പറയണേ, ആ ശരിയാ മോനെ, നീ വേഗം ചെല്ല്, അവിടെ ചിലപ്പോൾ ഒരാളുടെ ആവശ്യം ഉണ്ടാകും. അങ്ങനെ ഗിരി അവിടെ നിന്ന് വേഗം പോകുവാണ്. ഈ സമയം ഭാനുമതി പറയണേ, എന്നാലും എന്താ പണിയാ അവൻ കാണിച്ചത്? ആര് കാരണമാണോ എന്തോ അവനിങ്ങനെ ഈ ഒരു അവസ്ഥയിലെത്തിയത്? അങ്ങനെ പറഞ്ഞ് അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം സ്വപ്ന ടെൻഷനാകുക. ഈശ്വര, ഏട്ടനവിടെ പോയി എന്തിനാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതെന്ന് അവനോട് കുത്തി ചോദിക്കും. അവനെങ്ങാനും ഇനി എൻ്റെ പേര് പറയൂ. അങ്ങനെ പറഞ്ഞ് പേടിച്ച് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത്
ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന വക്കീലിനെ മഹിമേനെയാണ് കേട്ടോ. അന്നേരം മുകുന്ദൻ മഹിമയോട് പറയണേ, ഗിരിപ്പ് എന്താണെങ്കിലും ഉടനെ എത്തുമല്ലോ, മഹിമ വേണമെങ്കിൽ പൊക്കോ, മഹിമക്ക് ഓർഡറൊക്കെ ഡെലിവറി ചെയ്യാനുള്ളതല്ലേ. അന്നേരം മഹിമ പറഞ്ഞേ, ഓ തൽക്കാലം വേണ്ട, എനിക്ക് ഡെലിവറി ചെയ്യാനുള്ള ഓർഡറെല്ലാം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചു, ഇന്ന് ഞാൻ ലീവാണ്. ഗിരിയേട്ടൻ്റെ ഒരേ ഒരു കൂട്ടുകാരനല്ലേ, അപ്പോൾ ഞാൻ ഇത്രയെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ഈ സമയത്ത് തന്നെ ഗിരി അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ ഗിരി ദേഷ്യത്തിൽ വന്ന് മുകുന്ദനെ കാരണത്തിട്ടൊന്ന് പൊട്ടിക്കുവാണ്. നീ എന്താടാ കാണിച്ചത്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയോട് പോലും പറയാത്ത പല കാര്യങ്ങൾ പോലും ഞാൻ നിന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നിൻ്റെ ജീവിതത്തിൽ ഒരു വിഷമം വന്നപ്പോൾ എന്നോട് ഒരു വാക്കും പോലും പറയാതെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയല്ലേ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് കാരണത്തിൻ്റെ മേലെ നീ ജീവിതം അവസാനിപ്പിച്ചെന്ന് പോലും അറിയാതെ നീ അത്രത്തോളം വിഷമിപ്പിക്കുമെന്ന് നീ ഓർത്തോ? എന്നിട്ട് ഗിരി സങ്കടത്തോടെ വക്കീലിൻ്റെ അടുക്കി വന്നിരിക്കുക. എന്നിട്ട് പറയണേ, എടാ സോറിയടാ, എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ അറിയാതെ ചെയ്തു പോയതാ, നീ എൻ്റെ ഒരേ ഒരു കൂട്ടുകാരനല്ലേ, എടാ എനിക്കതറിയാടാ. അങ്ങനെ പറഞ്ഞ് മുകുന്ദൻ ഗിരിയുടെ കയ്യിലിങ്ങനെ പിടിക്കുവാണ്. ഈ സമയം ഗിരി മഹിമയുടെ അരികിലേക്ക് ചെല്ലണേ, നീ എനിക്ക് ചെയ്തത് വലിയൊരു കാര്യമാണ്, ഇതിന് നിനക്ക് എന്താണ് ഞാൻ പ്രതിഫലമായിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അന്നേരം മഹിമ പറയണേ, ഒരു 5250 രൂപ തന്നാൽ മതി, ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ ഒരു 4300 സംതിങ് ആയി, പിന്നെ ഇന്ന് എനിക്ക് ചില ഓർഡറൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു 700 രൂപയും കൂടി പോയിട്ടുണ്ട്, അങ്ങനെ മൊത്തം ഒരു 5250. പിന്നെ ഞാൻ വക്കീലിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു, പക്ഷേ അതിന് പൈസ ഒന്നും വേണ്ട, രക്തദാനം മഹാദാനം എന്നല്ലേ പറയുന്നത്. അങ്ങനെ ഗിരി പേഴ്സിൽ നിന്ന് പൈസ എടുക്കാൻ പോകുമ്പോൾ മഹിമ പറയണേ, അല്ല ഓൺലൈനായിട്ട് മതി. അങ്ങനെ പറഞ്ഞ് ഓൺലൈനായിട്ട് മഹിമയ്ക്ക് പൈസയൊക്കെ അയച്ചു കൊടുക്കുവാണ് കേട്ടോ ഗിരി. ഈ സമയം ഗിരി മുകുന്ദനോട് ചോദിക്കണേ, എടാ മുകുന്ദ, നീ എന്തിനാ നീ നിൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയത്? അതിന് മാത്രം എന്താ നിനക്ക് പ്രശ്നം? ഈ സമയം മുകുന്ദൻ ഒന്നും മിണ്ടാതെ നിൽക്കുമായിരിക്കും. അന്നേരം മഹിമ പറയണേ, പ്രണയനൈരാശ്യം സത്യമാണോടാ? ആരാ നിന്നെ തേച്ചിട്ട് പോയത്? ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞല്ലേ ഈ പെണ്ണുങ്ങളെയൊന്നും വിശ്വസിക്കരുതെന്ന്. അവൾക്ക് നീ മുമ്പും പലതവണ കാശൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അവൾക്ക് നീ വെറും കാശ് കിട്ടുന്ന മെഷീൻ മാത്രമായിരുന്നു. നീ അവൾ ആരാണെന്ന് പറ, അവൾ ആരാണെങ്കിലും നമുക്ക് അവളെ ചെന്ന് കാണാം, 2 വർത്താനം പറയാം, അവളുടെ കൂടെ ആരുണ്ടെങ്കിലും അവരെയൊക്കെ ഞാൻ അടിച്ചു നിരപ്പാക്കിക്കോളാം, നീ അവളുടെ കാരണത്തിട്ടൊന്ന് പൊട്ടിക്കും. അന്നേരം വക്കീൽ പറയണേ, അതൊന്നും വേണ്ടടാ, വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ. ഇപ്പോൾ ഞാൻ അവളുടെ അധ്യായം എൻ്റെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ ശ്രമിക്കുകയാണ്, ഇനി അതിനെക്കുറിച്ച് ഒന്നും നീ ചോദിക്കണ്ട. ഈ സമയം ഗിരിയുടെ ഫോണിലേക്ക് ഗൗരിയമ്മ വിളിക്കുകയാണോ. അങ്ങനെ ഗൗരിയമ്മയാണ് ഫോൺ വിളിക്കുന്നതെന്ന് ഗിരി പറയുമ്പോൾ മുകുന്ദൻ പറയണേ, എടാ ഗിരി, അമ്മയോട് ഈ ഓരോന്നും ഒരിക്കലും പറയല്ലേ. ഈ സമയം ഗിരി കോൾ അറ്റൻഡ് ചെയ്യുക. ആ ഗൗരിയമ്മേ, മുകുന്ദനോ? മുകുന്ദൻ പോണ്ടിച്ചേരിയിലേക്ക് പോയിരിക്കുക, ബാറിൻ്റെ ഒരു ആവശ്യത്തിന് ലോഡും മറ്റുമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോയതാ, നാളെ രാവിലെ എത്തും. അങ്ങനെ പറഞ്ഞ് കോള് കട്ടാക്കുവാണ് കേട്ടോ. എന്നിട്ട് ഗിരി പറയണേ, ഡാ നീ കാരണം ഞാൻ ഗൗരിയമ്മയോട് കള്ളം പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഹോസ്പിറ്റലിലെത്തുന്ന മഞ്ജുവിനെയാണ് കേട്ടോ. ഈ സമയം അവിടെ ഗിരിയും വക്കീലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അന്നേരം മഞ്ജു അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ മുകുന്ദൻ ചോദിക്കണേ, ആ മഹിമ മഞ്ജുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? അതെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടറിനോട് കേസ് എടുക്കണമെന്ന് ചോദിച്ചു. അത് കേൾക്കുന്ന ഗിരി ചോദിക്കണേ, കേസോ? എന്തിന്? അന്നേരം മുകുന്ദൻ പറയണേ, സെക്ഷൻ 309 ആത്മഹത്യാശ്രമം ഒരു കുറ്റമാണ്, 1 വർഷം വരെ ജയിലിൽ കിടക്കാം. അന്നേരം ഗിരി ചോദിക്കണേ, അത് ശരി, ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ടാണോ നീ അപ്പോൾ ഇങ്ങനെ ചെയ്തത്? എടാ, ആത്മഹത്യ ചെയ്യുന്നത് ജയിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലോ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കേസ്, എന്ത് ജയില്? അന്നേരം ഗിരി പറയണേ, എന്നാലും ഞാൻ ആ ഡോക്ടറെ ചെന്ന് കണ്ട് 2 പറഞ്ഞിട്ട് വരാം, ഇങ്ങനെ കിടക്കുന്ന നിനക്കെതിരെ അവർക്ക് കേസെടുക്കണമെന്ന് എനിക്കൊന്ന് ചോദിക്കണമല്ലോ. അന്നേരം മഞ്ജു ഗിരിയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുവാണ്. ഈ സമയം ഗിരി മഞ്ജു പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മഞ്ജു കൈയൊക്കെ എടുക്കുക. എന്നിട്ട് പറയണേ, തൽക്കാലം ഗിരിയുടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട, ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, മാത്രമല്ല കമ്മീഷണറെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, അവരിനി കേസൊന്നും എടുക്കില്ല, കയ്യേറ്റൊന്നും ചെയ്യാതെയും ചില കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാനൊക്കെ പറ്റും എന്നൊക്കെ ഇപ്പം മനസ്സിലായില്ലേ? അന്നേരം മുകുന്ദൻ പറയണേ, എടാ മഞ്ജു പറഞ്ഞത് കേട്ടില്ലേ, നീ മഞ്ജുവിനെ വിശ്വസിക്കേ? അന്നേരം ഗിരി പറയണേ, ദേ ഒരു പെണ്ണിനെ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ടാണ് നീ ഇപ്പം ഇങ്ങനെ കിടക്കുന്നത്, ഇനിയും പെണ്ണുങ്ങളെ വിശ്വസിക്കണമെന്നാണോ നീ പറയുന്നത്? എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആവണമെന്നില്ലല്ലോ എന്ന് മുകുന്ദൻ പറയുമ്പോൾ ഗിരി പറയണേ, പിന്നെ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാ, പെണ്ണുങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ നിൻ്റെ അമ്മയെ അനിയത്തിയോ? നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ എന്നെ പറ്റിച്ചിട്ട് പോയ ആ പെണ്ണിനെ, അവളെ നീ കുറേ ശപിച്ചില്ലേ കുറച്ചു മുമ്പ്, അവളുടെ സ്ഥാനത്ത് സ്വപ്നയായിരുന്നുവെങ്കിലോ, അപ്പോൾ നീ എന്ത് ചെയ്തേനെ? അന്നേരം ഗിരി പറയണേ, സ്വപ്നം ഒരിക്കലും ആരും ചതിക്കാൻ പറ്റിക്കുകയോ ഒന്നും ചെയ്യില്ല. അത് കേട്ട മുകുന്ദനൊന്ന് വിഷമിച്ച് നിൽക്കുവാണ്. ഈ സമയം മഹിമ ചായയും പഴംപൊരിയായിട്ട് അങ്ങോട്ടേക്ക് എത്തുവാണ്ടോ. ചായ. ആ ഇതാര്? ചേച്ചിയോ? ചേച്ചി ഉണ്ടായിരുന്നോ? ഞാൻ 2 ചായ പറഞ്ഞോളൂ, ചേച്ചി വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അത് സാരമില്ല മോളെ എന്ന മഞ്ജു പറയുവാണ്. ഈ സമയം വക്കീലിനും ഗിരിക്കും ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഗിരി ചായ കുടിക്കാൻ തുടങ്ങുമ്പോൾ മഹിമ പറയണേ, അതെ ചായ ഒറ്റക്കം കുടിക്കാൻ പോകുവാണോ? ഭാര്യയോട് നിൽക്കുന്ന കണ്ടില്ലേ? ഞാൻ കഴിച്ചില്ലെങ്കിലും ഭാര്യയെ കഴിപ്പിക്കണം,
ഞാൻ ഉടുത്തില്ലെങ്കിലും ഭാര്യ ഉടുപ്പിക്കണം, അങ്ങനെയൊക്കെയല്ലേ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ചുമ്മാ ഒറ്റക്കങ്ങ് ചായ കുടിക്കാതെ പകുതി എൻ്റെ ചേച്ചിക്കും കൂടി കൊടുക്കുന്നേ. അങ്ങനെ ഗിരി മഞ്ജുവിൻ്റെ അരികിലേക്ക് പോയിട്ട് ആ ചായ കൊടുക്കുവാണ്. ഈ സമയം മഞ്ജു പറയണേ, അയ്യോ വേണ്ട, ഗിരിയേട്ടൻ തന്നെ കുടിച്ചോ. അത് കാണുന്ന മുകുന്ദൻ പറയണേ, രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുക. അന്നേരം മഹിമ പറയണേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, രണ്ടാളും പകുതി പകുതി കുടിക്കും, പഴംപൊരി ഒന്നേ ഉള്ളൂ. ഈ സമയം മഞ്ജു പഴംപൊരിൻ്റെ പകുതി ഇങ്ങനെ ഒടിച്ചെടുക്കുവാണ്, എന്നിട്ടത് കഴിക്കുവാണ്. അന്നേരം ഗിരിയും ചായ കുറച്ച് കുടിച്ചിട്ട് ബാക്കി ചായ മഞ്ജുവിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് വക്കീലും മഹിമയും ചിരിച്ചുകൊണ്ടിങ്ങനെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അന്നേരം മുകുന്ദൻ പറയണേ, ഭർത്താവ് കുടിച്ചതിൻ്റെ ബാക്കി ചായ ഭാര്യ കുടിക്കുന്നു, അതേപോലെ പഴംപൊരിയും പകുതി പകുതിയായിട്ട് കഴിക്കുന്നു, പിന്നെ ഒരു റൂം, അവിടെ കട്ടിൽ, ഫ്രൂട്ട്സ്, സത്യം പറഞ്ഞാൽ ഒരു ആദ്യ രാത്രിയുടെ എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ. അന്നേരം മഹിമ പറയണേ, ഞങ്ങൾ വേണമെങ്കിൽ പുറത്തേക്കൊന്ന് മാറി നിൽക്കാം, പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി. അതേക്കുന്നതും മഞ്ജു മഹിമേനെ ഇങ്ങനെ ഓടിക്കുക, എടി നിക്കടി എന്ന് പറഞ്ഞ് മഹിമയുടെ വായിലേക്ക് ആ പഴംപൊരിയൊക്കെ കുത്തി നിറക്കുവാണ്. ഈ സമയം അത് കണ്ട് ഗിരിയും മുകുന്ദനൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ശാലിനി അകത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ട് കാലുതുള്ളി നിൽക്കുന്ന ശാലിനി ഇങ്ങനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്